വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻകം ടാക്സിലെ യൂണിറ്റ് 15 ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇൻകം ടാക്സിൻ്റെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ അതിനുശേഷം നമ്മൾ ക്ലബിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്യാരി ഫോർവേഡിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഇനി നമുക്ക് അപ്പോൾ ഈ ഒരാളുടെ ഇൻകം നമ്മൾ പറഞ്ഞു, ഒരു വർഷം അയാൾ പല സോഴ്സുകളിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൂടെ കൂട്ടുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ ഇൻകം അണ്ടർ ഓൾ 5 ഹെഡ്സ് അല്ലേ. നമ്മൾ ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകം കിട്ടണം അല്ലേ. അതായത് ടോട്ടൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണുക? ടോട്ടൽ ഇൻകം അണ്ടർ 5 ഹെഡ്സ്. ഒരാൾക്ക് ഒരു ഇയറിൽ ഏൺ ചെയ്യുന്ന എല്ലാ ഹെഡിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിൻ്റെ ടോട്ടൽ. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് അല്ലേ, ഡിഡക്ഷൻസ് കുറക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയണം എന്തൊക്കെയാണ് ഈ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ദെൻ ഈ ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് എനിക്ക് ഇത്രയും ഇൻകം ഉണ്ട്, സോ എനിക്ക് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലെയിം അങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റൂല അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ഇൻകം, അതായത് നമ്മുടെ ഇൻകം ടാക്സ് ITR നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡിഡക്ഷൻ വേണമെന്ന് ക്ലെയിം ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? വെറുതെ ഞാൻ ക്ലെയിം ചെയ്യാണ് എനിക്ക് ഡിഡക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ച് തരുമോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വേണം? നമുക്ക് എവിഡൻസ് കൊടുക്കണം അല്ലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒരു 12 lakh ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ അയാൾക്ക് ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഈ 12 lakhൽ നിന്ന് അയാൾക്ക് അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻസ്, അതായത് ഇപ്പോൾ ഒരാൾ LICയിൽ ഈ 12 ലക്ഷത്തിൽ നിന്ന് ഒരു വർഷം അയാൾ ഒരു 2 lakh LICയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ അയാൾക്ക് കിട്ടും. അങ്ങനെ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ പ്രൂഫ് കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ റെസിപ്റ്റ് കൊടുക്കണം. ഓക്കെ ദെൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ്, നമുക്ക് ഈ ഡിഡക്ഷൻസ് ഒരിക്കലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാളും കൂടുതലാവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കി നോക്കൂ, 12 lakh ആണ് ആ ഒരു വർഷം ഒരാൾ ഏൺ ചെയ്തിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ അയാൾ ഈ 12 ലക്ഷത്തിൽ നിന്ന് അയാളിപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് അയാൾക്ക് അണ്ടർ സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താണ് മെഡിക്കൽ അല്ലേ, അതേപോലെ തന്നെ അയാൾ പല ഇൻവെസ്റ്റ്മെൻറ്റിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം അയാൾക്ക് ആ വർഷം 12 ലക്ഷം അല്ലെങ്കിൽ 13 ലക്ഷത്തിൻ്റെ ഡിഡക്ഷൻസും അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അനുവദനീയമല്ല അല്ലേ. അതായത് ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതുവരെ മാത്രമേ ഉള്ളൂ? ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണോ അതുവരെ മാത്രമേ ഉള്ളൂ, അതിനേക്കാളും കൂടുതൽ ആവാൻ പാടില്ല. ഇനി വേറൊരു പോയിന്റാണ്, ഈ ഒരു വട്ടം കിട്ടിയിട്ടുള്ള ഡിഡക്ഷൻസ് വീണ്ടും അയാൾക്ക് അലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണ് ഒരു വട്ടം ഡിഡക്ഷൻ കിട്ടി. ഓക്കെ, അതിലെ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഒരു വർഷം ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതേ ബെനിഫിറ്റ് അവർ വീണ്ടും ക്ലെയിം ചെയ്യാണ്. അത് ഒഴിവാക്കണം. അതായത് ഈ ഡ്യൂപ്ലിക്കേഷൻ ഡിഡക്ഷൻസ് ഒരിക്കലും അനുവദനീയമല്ല. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഡിഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 80C അല്ലേ. അതിൽ നമുക്ക് 80C പ്രകാരം എന്താണ്? നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറക്കാം.
അതിനുശേഷമുള്ള ഇൻകത്തിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ 80C എന്താണ് പറയുന്നത്? നിങ്ങൾ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കുറച്ച് നിക്ഷേപങ്ങളിൽ, ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് നൽകുന്നുണ്ട്? നിങ്ങൾക്ക് ഡിഡക്ഷൻസ് നൽകുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ LIC പ്രീമിയം, PPF, അതുപോലെ തന്നെ EPF, അതുപോലെ തന്നെ NSC അല്ലേ, അങ്ങനെയുള്ള പല മേഖലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ അതിന് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് ഏത് സെക്ഷൻ്റെ അണ്ടറിലാണ്? അണ്ടർ സെക്ഷൻ 80Cയിലാണ് വരുന്നത്. അപ്പോൾ 80C പ്രകാരം മാക്സിമം ലിമിറ്റ് ഒരാൾക്ക് ഒരു വർഷം 80C പ്രകാരം മാക്സിമം ഡിഡക്ഷൻ്റെ ലിമിറ്റ് എത്രയാണ്? 1,50,000 ആണ്. ഇപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ 1,50,000 രൂപ മാത്രമേ അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം 80C മാത്രമല്ല കേട്ടോ ഡിഡക്ഷൻസ് ഉള്ളത്. സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ? അതായത് 80D ഡൊണേഷൻ അല്ല, സോറി, 80G ആണ് ഡൊണേഷൻ, 80D മെഡിക്കൽ ഇൻഷുറൻസ്, 80E എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ്, 80G ഡൊണേഷൻ, 80TTA സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ്, 80U ഡിസബിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് അനുവദനീയമായതുണ്ട്. ഓക്കെ, അതിൽ 80Cക്ക് മാത്രം ഒരു വർഷം കിട്ടുന്ന മാക്സിമം ലിമിറ്റ് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് എന്ത് ഈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിഡക്ഷനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് ഓരോ സെക്ഷനിലും ഉൾപ്പെടുന്ന ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഡിഡക്ഷൻ ടു എൻകറേജിങ് സേവിങ്സ് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്, നമ്മൾ വിചാരിക്കും അതിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മണി സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് നമുക്ക് അതിന് എന്ത് നൽകും? ഡിഡക്ഷൻസ് അഥവാ ഇളവ് നൽകും അല്ലേ? അപ്പോൾ അങ്ങനെ ഈ നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് പറയുന്നത് സെക്ഷൻ 80C, അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന സെക്ഷൻ 80CCC, സെക്ഷൻ 80CCD, അങ്ങനെ 3 സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ സെക്ഷൻ 80C എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്താണ്? എൻകറേജിങ് സേവിങ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ് സെക്ഷൻ 80Cയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് 80C? നമുക്കറിയാം ചില സേവിങ്സ് അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ഷൻസ് കിട്ടും അല്ലേ? അപ്പോൾ ഇത് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഒരു കമ്പനിക്ക് 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അസസീസ് എന്ന് പറയുന്നത് അയാൾ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഒരു വ്യക്തി ആയിരിക്കണം. ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഭാഗം സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇയാൾക്ക് ഇളവ് കിട്ടും. അതേപോലെ തന്നെ ഒരു HUF അല്ലേ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അണ്ടർ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷന് ഇയാൾക്ക് അനുമതിയുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് അസസീസിനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ ഇൻകം ടാക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇൻഡിവിജ്വൽ, HUF, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, കമ്പനി, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അസസീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഡിവിജ്വലിനും HUFനും മാത്രമാണ് അണ്ടർ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളിപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇതിൽ പറയുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഇപ്പോൾ നമ്മൾ അതിലെ ഒന്നിലോ അല്ലെങ്കിൽ 2ഓ 3ഓ അതിലേതെങ്കിലും നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഏതൊക്കെയാണ്? നിങ്ങളൊരു LIC പ്രീമിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ സെക്ഷൻ 80C പ്രകാരം നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ എമൗണ്ട് കുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നാഷണൽ സേവിങ്സ് സ്കീമിലേക്ക് അല്ലെങ്കിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, പെൻഷൻ പ്ലാന്, അതുപോലെ തന്നെ ഹോം ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് അല്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻകം ടാക്സ് പറയുന്ന ചില
ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ഒരു പല ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള പല പ്ലാനുകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടും. പക്ഷേ ഒരു വർഷം ഒരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അണ്ടർ സെക്ഷൻ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ആണ് അല്ലെ. ഇപ്പൊ ഒരാൾ ഒരു വർഷം 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ എന്താണ് ഈ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് ആ ഒരു വർഷം 2 ലക്ഷവും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. മാക്സിമം അണ്ടർ സെക്ഷൻ 80C പ്രകാരം 1,50,000 ആണ് ഒരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പോ ഈ നമ്മളിപ്പോ LICന്റെ കേസൊക്കെ ആവുമ്പോൾ നമുക്കൊരു പോളിസി ടൈം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പോളിസി ടൈം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചില ആളുകളെ അത് സറണ്ടർ ചെയ്യും അല്ലെ. അപ്പൊ സറണ്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ അയാൾക്ക് കിട്ടുന്ന ആ മുഴുവൻ എമൗണ്ട് ഉണ്ടല്ലോ, അത് ഡിഡക്ഷൻ കിട്ടൂല. അതിന് അങ്ങനെ സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സറണ്ടർ ചെയ്തിട്ട് അയാൾക്ക് ആ മുഴുവൻ എമൗണ്ടും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് പിന്നീട് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കാം. സെക്ഷൻ 80CCC അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? നമുക്കിപ്പോൾ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് LIC അല്ലെങ്കിൽ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ആന്വിറ്റി പെൻഷൻ പ്ലാനിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 80CCC പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഈ അണ്ടർ സെക്ഷൻ 80CCC അത് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഒരു ഇൻഡിവിജ്വലിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ NRIക്കും എന്ത് കിട്ടും? ഈ ഒരു ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, മാക്സിമം അണ്ടർ സെക്ഷൻ 80CCC പ്രകാരം നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ആണ്. അല്ല, അവിടെ ശ്രദ്ധിക്കണം, വേറൊരു പോയിന്റ് ഉണ്ട്. മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ഓർ ആക്ച്വൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ്. ഇതിൽ ഏതാണോ കുറവ് അതാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, ഒരിക്കലും ഈ അണ്ടർ സെക്ഷൻ 80CC പ്രകാരമുള്ള ഡിഡക്ഷൻ 1,50,000-നേക്കാളും കൂടുതലാവാൻ പാടില്ല, കിട്ടില്ല. ഓക്കെ, ദെൻ ഇനിയിപ്പോ നമുക്കിപ്പോൾ ഇതും പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. നമുക്ക് പെൻഷൻ കിട്ടി, ആ ഒരു കാലാവധി കഴിഞ്ഞപ്പോൾ നമുക്ക് പെൻഷൻ കിട്ടി. ആ കിട്ടുന്ന തുക എന്താണ്? ടാക്സബിൾ ആണ്. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്യാം. ദെൻ അടുത്ത നോക്കി നോക്കൂ, അണ്ടർ സെക്ഷൻ 80CCD അല്ലെ. അതിലെന്താ പറയുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം NPSലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, NPSലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അണ്ടർ സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടും അല്ലെ. ഇപ്പൊ ഇത് ആർക്കൊക്കെ കിട്ടും? ഇപ്പോൾ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് അല്ലെ, അതൊരു ഗവൺമെന്റ് എംപ്ലോയിയോ പ്രൈവറ്റ് എംപ്ലോയിയോ സെൽഫ് എംപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആരും ആയിക്കോട്ടെ, ആരെങ്കിലും NPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർ സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ അയാൾക്ക് കിട്ടുന്നതാണ്. ദെൻ എത്ര ഡിഡക്ഷൻ കിട്ടും? ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ അല്ലെ, ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അയാളുടെ സാലറിയുടെ 10% അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അയാളുടെ സാലറി എത്രയാണോ അതിന്റെ 10% അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി ഒരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലോ, അയാൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലോ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കും. അതിന്റെ 20% ഡിഡക്ഷൻ ആയിട്ട് അണ്ടർ സെക്ഷൻ 80CCD പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് അയാൾക്ക് കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ മാക്സിമം കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1,50,000 തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1B പറയുന്നുണ്ട്, ഇപ്പോൾ NPSൽ നമുക്ക് കുറച്ചും കൂടി ഒരു 50,000 വരെ അല്ലെ, അതായത് അധികമായിട്ട്, അതായത് 1,50,000 വരെയാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു 50,000 രൂപ വരെയും ഡിഡക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സെക്ഷൻ 80C 80CC 80CCD മാക്സിമം ഇതൊക്കെ ഈ മൂന്നിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാക്സിമം ആ വർഷം കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആണ്. അതിന് പുറമെ സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1B പ്രകാരം ഒരു എക്സ്ട്രാ 50,000 രൂപയും കൂടെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷന് അനുമതിയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ വേറൊരു കേസ് പറയുന്നത് ഈ എംപ്ലോയർ
എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും, ഈ NPS അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാലറിയുടെ 10% വരെ നമുക്ക് എക്സ്ട്രാ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ NPSൽ നിന്ന് ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ ആകെ കിട്ടിയത് അതിൻ്റെ 40% എക്സംപ്റ്റഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NPSൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 40% വരെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി പാർഷ്യൽ വിഡ്രോവൽ ആണെങ്കിലോ, അതായത് ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും വിഡ്രോ ചെയ്തിട്ടില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ഒരു 25% അല്ലെങ്കിൽ നമ്മൾ പകുതിയെ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ കിട്ടിയ തുകയുടെ 25% എന്താണ്, ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അണ്ടർ സെക്ഷൻ 80C(c)(d)യിൽ ക്ലെയിം ചെയ്തു, നമ്മൾ അതിന് അർഹയാണ്, ഡിഡക്ഷൻ വേണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു. അതേ എമൗണ്ട് വീണ്ടും നമ്മൾ അണ്ടർ സെക്ഷൻ 80C പ്രകാരവും കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല, ഡബിൾ ഡിഡക്ഷൻസ് അനുവദിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ ഈ 10% ഓഫ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുക? ഒരു വ്യക്തിയുടെ ബേസിക് സാലറി, അയാളുടെ ഡിയർനെസ് അലവൻസ്, അത് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രകാരമുള്ള DA ആണെങ്കിൽ മാത്രം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ 10% വരെയാണ് അണ്ടർ സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷൻ ഇയാൾക്ക് അനുവദനീയമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഈ സേവിങ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് നമുക്ക് ഒരുപാട് ഇളവുകൾ തരുന്നുണ്ട് അല്ലേ. നമ്മളൊന്ന് ആലോചിക്കുക, ടാക്സ് എപ്പോഴാണ് കൂടുക? ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കൂടുമ്പോൾ ടാക്സും കൂടും. അപ്പോൾ ഈ നമുക്ക് മാക്സിമം നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുന്ന പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ അനുവദനീയമായിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് കുറക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു ഡിഡക്ഷനെ കുറിച്ച് നോക്കി നോക്കാം. ഡിഡക്ഷൻ ഫോർ സെർട്ടൈൻ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ആണ് സെക്ഷൻസ് 80D, സെക്ഷൻ 80DD, സെക്ഷൻ 80DDB അല്ലേ. അതായത് ചില പേഴ്സണൽ എക്സ്പെൻഡിച്ചറുകൾക്ക് ലഭിക്കുന്ന ഡിഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഇൻകം ടാക്സ് കുറച്ച് ഡിഡക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും 3 സെക്ഷൻസ് ആണുള്ളത്. 80D മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ, 80DD ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ, അതുപോലെ തന്നെ 80DDB സീരിയസ് ഡിസീസ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻസ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. സെക്ഷൻ 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ അതിന് നമുക്ക് മാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രീമിയം അടക്കേണ്ടി വരും. അത് നമ്മൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് നൽകാറുണ്ട്, 80D പ്രകാരം എത്രയാണോ നമ്മൾ പ്രീമിയം അടച്ചത് അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ ഒരു NRI നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനും HUFനും ഈ സെക്ഷൻ പ്രകാരം ഡിഡക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്ന ആ ഒരു ഇൻഷുറൻസ് കമ്പനി IRDA അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ പ്രീമിയം ക്യാഷ് ഒഴികെയുള്ള നമ്മൾ ഈ ചെക്കായിട്ടും അതുപോലെ തന്നെ NEFT, RTGS അല്ലെ, അങ്ങനെയുള്ള ഇലക്ട്രോണിക് പേയ്മെന്റ് രീതിയിലൊക്കെ നമുക്ക് പേ ചെയ്യാം. ക്യാഷ് ആയിട്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടൂല. ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അതിന് നമുക്ക് ചിലവായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത് ക്യാഷ് ആയിട്ട് കൊടുത്താലും നമുക്കതിന് ഡിഡക്ഷൻ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പോൾ സെൽഫായിട്ട് ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ പേര് അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചിൽഡ്രൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരൻസിൻ്റെ പേരിലേക്കൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ പൊതുവെ ഒരാൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് ഒന്നെങ്കിൽ അയാളുടെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ സ്പൗസിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ ചിൽഡ്രൻ്റെ
അയാളുടെ പേരിലോ അല്ലെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരൻസിൻ്റെ പേരിലോ ആണെങ്കിൽ മാത്രമാണ് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇനി എത്ര ഡിഡക്ഷൻ കിട്ടും? മാക്സിമം നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഇപ്പം അയാളുടെ പേരിൽ അയാളുടെ സ്പൗസ്, അയാളുടെ ചിൽഡ്രൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മാക്സിമം അയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ 25,000 ആണ്. ഓക്കെ, ഇനി നമ്മൾ അതായത് ഏതൊക്കെയാണ് ഈ 25,000 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സെൽഫ് ആൻഡ് ഫാമിലി അല്ലേ? സെൽഫ് ആൻഡ് ഫാമിലിയിൽ ആരൊക്കെ വരിക? സെൽഫായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം പ്ലസ് അയാളുടെ സ്പൗസിൻ്റെ പേരിലും അയാളുടെ കുട്ടികളുടെ പേരിലും അല്ലേ? അപ്പം അങ്ങനെ ഒരു പദ്ധതിയാണ്, ആ ഒരു പ്ലാനാണ് അയാൾ എടുത്തിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് 80D പ്രകാരം ക്ലെയിം ചെയ്യാവുന്ന മാക്സിമം ഡിഡക്ഷൻ 25,000 ആണ്. ഇനിയിപ്പോൾ അയാളുടെ പാരൻസിൻ്റെ മുകളിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ക്ലെയിം ചെയ്യാം, 25,000 രൂപ വരെ ക്ലെയിം ചെയ്യാം. ഇനി അയാൾ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, സീനിയർ സിറ്റിസൺ പറയുമ്പോൾ ആരാണ്? 60 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടും അയാളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിന് അയാൾക്ക് മാക്സിമം 50,000 വരെ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അയാൾക്ക് ഒരു സീനിയർ സിറ്റിസൺ അയാളുടെ ഡിപ്പെൻഡൻറ്റ് പാരൻറ്റിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം 50,000 രൂപ വരെ ഡിഡക്ഷൻ ലഭിക്കും. ദെൻ അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ, സെക്ഷൻ 80DD ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭിന്നശേഷിക്കാർ അഥവാ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ട്രെയിനിങ് അല്ലേ, അല്ലെങ്കിൽ അവരുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അണ്ടർ സെക്ഷൻ 80DD പ്രകാരം നമുക്ക് ആ ചെലവുകൾ കുറക്കാവുന്നതാണ് അല്ലേ? അപ്പോൾ അത് എന്താണ്, ആർക്കൊക്കെ ക്ലെയിം ചെയ്യാം? ഇത് ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു HUF, ഈ 2 പേർക്ക് മാത്രമാണ്, ഈ 2 അസസീസിന് മാത്രമാണ് അണ്ടർ സെക്ഷൻ 80DD പ്രകാരം ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ കഴിയുക അല്ലേ? ഇപ്പോൾ ഈ ഡിസേബിൾഡ് റിലേറ്റീവ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുക? ഈ ഒരു ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ മെഡിക്കൽ അതോറിറ്റിയുടെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡിഡക്ഷൻ അനുവദിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ LIC അതേപോലെ തന്നെ CBDT അംഗീകരിച്ച ഏതെങ്കിലും ഒരു സ്കീമിൽ ഇവർക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടും. ഇപ്പോൾ സാധാരണ ഈ ഒരു നോർമൽ, അതായത് വളരെ ചെറിയ ഒരു ഡിസേബിലിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ മാക്സിമം ആ ഒരു ഡിസേബിലിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അണ്ടർ സെക്ഷൻ 80DD പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 75,000 ആണ്. ഇനി കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഡിസേബിലിറ്റി ആണെങ്കിൽ, അതായത് ഒരു 80% കൂടുതലുള്ള ഒരു ഡിസേബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ അണ്ടർ സെക്ഷൻ 80DD പ്രകാരം ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് 1,25,000 വരെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എത്രയാണെങ്കിലും, ഇനിയിപ്പോൾ ചിലവ് എത്രയാണെന്നുണ്ടെങ്കിലും ഫിക്സ്ഡ് ഡിഡക്ഷൻ, ഈ ഒരു ഡിഡക്ഷൻ നമുക്ക് കിട്ടും അല്ലേ? ദെൻ ഇപ്പോൾ ഈ ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ബ്ലൈൻഡ്നെസ് ആവാം, അല്ലെങ്കിൽ ലോ വിഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് അല്ലേ, കേൾവി ശക്തിക്ക് എന്തെങ്കിലും കുഴപ്പമാവാം, അല്ലെങ്കിൽ മെൻ്റൽ ഡിസേബിലിറ്റി ആവാം, മെൻ്റൽ ഇൽനെസ് ആവാം, അങ്ങനെയുള്ള പലതും ആയിരിക്കാം അല്ലേ? അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ 40% അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് ഈ 75,000 ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ 80%-നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ 1,25,000 നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഇനി അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് സെക്ഷൻ 80DDB അല്ലേ? എന്താ അതിൽ പറയുന്നത്? നമുക്ക് ചില വളരെ സിവിയർ ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ള കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, സെക്ഷൻ 80DDB അല്ലേ, മെഡിക്കൽ എക്സ്പെൻസ് ഫോർ സ്പെസിഫൈഡ് ഡിസീസസ് അല്ലേ, ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവാക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു സെക്ഷനാണ് എന്ത്? അണ്ടർ സെക്ഷൻ 80DDB അല്ലേ? അതിലെന്താ പറയുന്നത്? ഇപ്പോൾ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു HUF ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ചിലവുകൾക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ എന്താണ് ഈ സ്പെസിഫൈഡ് ഡിസീസസ് എന്ന് പറയുമ്പോൾ? ഈ ക്യാൻസർ, എയ്ഡ്സ് പോലെയുള്ള, അതുപോലെ തന്നെ ഈ ന്യൂറോളജിക്കൽ ഡിസീസസ് പോലെയുള്ള അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കിഡ്നി ഫെയിലിയർ, ഇതൊക്കെ എന്താണ്? ഈ ഒരു സ്പെസിഫൈഡ് ഡിസീസസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങൾ
കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ചെലവുകൾക്ക് ലഭിക്കുന്ന ഡിഡക്ഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് എന്ത്, അണ്ടർ സെക്ഷൻ 80DDB അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്, ഒരു സാധാരണ ഒരു അസസി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 60 വയസ്സിന് താഴെയുള്ള ഒരു അസസി ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് ഇതുപോലെയുള്ള എന്താണ് സിവിയർ ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 80DDB പ്രകാരം 40,000 രൂപ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഒരു സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിലോ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്, ഈ ഒരു സ്പെസിഫൈഡ് ഡിസീസസിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh വരെ അണ്ടർ സെക്ഷൻ 80DDB പ്രകാരം അയാൾക്ക് അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ ഒരു തുക നമ്മളുടെ ഡിഡക്ഷനിൽ നിന്ന് കുറക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിവിയർ ആയിട്ടുള്ള രോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 80,000 രൂപയാണെന്ന് വിചാരിച്ചോ. ഒരു 80,000 രൂപയാണ്. നമുക്കറിയാം മാക്സിമം എത്ര വരെ നമുക്ക് ഡിഡക്ട് ചെയ്യാം, 40,000 രൂപ. ഒരു 60 വയസ്സിന് താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 40,000 രൂപ വരെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. സിവിയർ ആയിട്ടില്ലെങ്കിൽ സ്പെസിഫൈഡ് ഡിസീസസ് ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവിടെ അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻഷുറൻസ് അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് അയാൾക്ക് ഒരു 30,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഈ 80,000-ൽ നിന്ന് 30,000 കുറക്കുക അല്ലേ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും, 50,000 രൂപ ഉണ്ടായിരിക്കും. ഈ 50,000 രൂപ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അണ്ടർ സെക്ഷൻ 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 80DD അണ്ടർ സെക്ഷൻ 80DDBയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഭാഗം നോക്കാം. 80G ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് സെക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എക്സാമിന് കൂടുതലായിട്ടും വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 80C ബന്ധപ്പെട്ട പാർട്ട്, സെക്ഷൻ 80D മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗം, അതുപോലെ തന്നെ ചാരിറ്റബിൾ അതായത് സെക്ഷൻ 80G ഡൊണേഷൻ. അപ്പോൾ ഈ 3 പാർട്ടാണ് കൂടുതലായിട്ടും എക്സാമിന് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കി നോക്കാം, എന്താണ് സെക്ഷൻ 80G. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻകം വരുന്നുണ്ട്, അതിന് മൊത്തത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കണോ, അതിൽ നിന്ന് നമ്മൾ പല ചാരിറ്റിക്കും ഡൊണേഷൻ നടത്തുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റിലീഫ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ച ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ഭാഗമോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഡക്ഷനായിട്ട് നമുക്ക് അനുമതി നൽകും. നമുക്കത് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഒരു 1 lakh ഡൊണേഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ 1 lakh മുഴുവനായിട്ടും അയാൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൊണേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണെന്ത്, അണ്ടർ സെക്ഷൻ 80G. അപ്പോൾ അണ്ടർ സെക്ഷൻ 80Gയുടെ കീഴിലുള്ള അംഗീകൃതമായിട്ടുള്ള ഫണ്ടിലേക്ക് നമ്മൾ ഡൊണേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ നമുക്ക് എന്ത് ചെയ്യാം, ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഇത് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിന് ക്ലെയിം ചെയ്യാം, HUFന് ക്ലെയിം ചെയ്യാം, കമ്പനിക്ക് ക്ലെയിം ചെയ്യാം, ഫേമിന് ക്ലെയിം ചെയ്യാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ അതായത് എല്ലാ അസസീസിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഡക്ഷനാണ് അണ്ടർ സെക്ഷൻ 80G. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡിഡക്ഷൻസ് നമുക്ക് വെറുതെ കിട്ടില്ല, നമുക്ക് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമാണ് അണ്ടർ സെക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു കണ്ടീഷൻസ് എന്ന് നോക്കി നോക്കാം. ഒന്നാമത്തതാണ്, ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്ക് തോന്നിയ പോലെ അല്ലെങ്കിൽ ഒരു അംഗീകാരവും ഇല്ലാത്ത ഒരാൾക്ക് ചാരിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ഒരു പാവപ്പെട്ട ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ലക്ഷം രൂപ കൊടുത്തു എന്ന് വിചാരിച്ചോ.
അപ്പം എനിക്കത് പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നയാൾക്ക് ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അതായത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ചാരിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ചില സംഭാവനകളിലേക്ക് നമ്മൾ ഡൊണേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരാൾ 2000 രൂപയിലധികം ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഇപ്പോൾ 2000 രൂപയേക്കാൾ കൂടുതൽ ഒരാൾ ക്യാഷ് ആയിട്ട് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. അപ്പം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ചെക്ക് വഴിയോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ UPI, NEFT, RTGS പോലെയുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴിയോ ആയിരിക്കണം ഈ ഡൊണേഷൻ കൊടുക്കേണ്ടത്. നമുക്കൊരു 1500 അല്ലെങ്കിൽ 2000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴി ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ, ഡൊണേഷൻ്റെ റെസിപ്റ്റ് കമ്പൽസറി ആണ്. നമുക്കിപ്പോൾ ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഡൊണേഷൻ കൊടുത്തു എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൂഫ് വേണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കണം, റെസിപ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ റെസിപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, ആർക്കാണ് നമ്മൾ ഡൊണേഷൻ കൊടുത്തത്, ആ സ്ഥാപനത്തിൻ്റെ പേര്, അതുപോലെ തന്നെ പാൻ നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആണ് കൊടുത്തത്, ഡേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ആ ഒരു റെസിപ്റ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രത്യേക ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലേ. അത് മതപരമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് കൊടുക്കുന്ന ഡൊണേഷനെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യാണ് അണ്ടർ സെക്ഷൻ 80G പ്രകാരം ഡിഡക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല. ഓക്കെ, ഇനി ഈ ഡിഡക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സെക്ഷൻ 80Gയിലെ എല്ലാ ഡൊണേഷനും ഒരേപോലെ ഡിഡക്ഷൻ കിട്ടില്ല. അതിന് 4 വിഭാഗങ്ങളുണ്ട്. അതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ 80Gയിലെ ഡിഡക്ഷൻ്റെ ആ ഒരു 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ നമുക്ക് ഇങ്ങനെ പറയാം, 100% ഒരു ലിമിറ്റും ഇല്ലാതെ ഡിഡക്ഷൻ കിട്ടും, അത് ഒരു കാറ്റഗറി. നോ ലിമിറ്റ്, ഫുള്ളായി നമ്മൾ എത്ര രൂപയുടെ ഡൊണേഷൻ ആണോ കൊടുത്തത് അത് ഫുള്ളായിട്ടും ഒരു ലിമിറ്റോ ഒരു കണ്ടീഷനോ ഇല്ലാതെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. 100%ഉം ഡിഡക്ഷൻ കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അതിലുള്ള കുറച്ച്, അപ്പോൾ ഏതൊക്കെയാണ് 100%ഉം ഡിഡക്ഷൻ കിട്ടുന്ന ആ ഒരു കാറ്റഗറി, ഒരു ലിമിറ്റും ഇല്ലാതെ? അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പ്രധാനമന്ത്രി നാഷണൽ റിലീഫ് ഫണ്ട്, അതേപോലെ തന്നെ നാഷണൽ ഡിഫൻസ് ഫണ്ട്, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ഘോഷ്, ക്ലീൻ ഗംഗ ഫണ്ട്, അങ്ങനെ ഒരു 4 കാറ്റഗറി ഉണ്ട്. ഈ ഒരു ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 1 lakh കോൺട്രിബ്യൂട്ട് ചെയ്തു എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 lakhും നമുക്ക് ആ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ മുഴുവൻ എമൗണ്ടും നമുക്ക് ഡൊണേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഡിഡക്ഷനെയാണ് 100% നോ ലിമിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു കേസ് ഉണ്ട്, 50% ഡിഡക്ഷൻ നോ ലിമിറ്റ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് 50% നോ ലിമിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി. അവിടെ എന്താ വരുന്നത്? നമ്മളിപ്പോൾ ഒരു ഡൊണേഷൻ കൊടുത്തു. ഈ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെ വരിക എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ ഡൊണേഷൻ്റെ 50% നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10,000 രൂപ ഡൊണേഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് എത്രയാണ് ഡിഡക്ഷൻ കിട്ടുക? 10,000 കിട്ടുമോ? ഇല്ല. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5,000. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ടൈപ്പിൽ വരുന്ന ഡൊണേഷൻസ് എന്ന് നോക്കി നോക്കാം. ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രീസ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ എത്ര രൂപയാണോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിൻ്റെ നേർപകുതി നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് 100% ലിമിറ്റ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ അല്ലേ. ഈ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരിക നോക്കി നോക്കാം.
അതായത് ഇവിടെ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടും. പക്ഷേ എത്ര രൂപ വരെയാണ് കിട്ടുന്നത്? അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% വരെ. അപ്പോൾ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് മുഴുവനും കിട്ടും, പക്ഷെ എത്ര വരെ കിട്ടുള്ളൂ? അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% വരെ. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കണം. എന്താണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് 50% വിത്ത് ലിമിറ്റ് അല്ലെ? വിത്ത് ലിമിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിലും എങ്ങനെയാണ്? ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? 50% ഡിഡക്ഷൻ കിട്ടും, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. ഏതാണ് ആ ലിമിറ്റ്? നമ്മുടെ നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% വരെ മാത്രമായിരിക്കും അത്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് ആണ്, എന്താണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ഏതൊക്കെയാണ്? 100% നോ ലിമിറ്റിൽ വരുന്നത്, 50% നോ ലിമിറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 100% വിത്ത് ലിമിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 50% വിത്ത് ലിമിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം ഏതൊക്കെ കാറ്റഗറിയിലാണ് ഓരോന്നും വരുന്നത് എന്ന്. ദെൻ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല, ഇതിലെന്താണ് ചില, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 5 ഹെഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകാണ് അല്ലേ? അതിന്റെ ടോട്ടലാണ്. അതിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ വരുത്തുന്നുണ്ട്. എന്താണ്, നമുക്ക് ചില ഇൻകംസും മറ്റു ഡിഡക്ഷൻസും ഒക്കെ കുറച്ചതിന് ശേഷമുള്ള തുകയാണ് ഈ ഗ്രോസ് ടോട്ടൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു 10% മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം, എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോവാം. ഈ ഡിഡക്ഷൻ ലഭിക്കാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കി നോക്കൂ, ചില ആളുകൾ ഡൊണേഷൻ ആയിട്ട് ക്യാഷിന് പുറമെ ഈ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ അരി, പുസ്തകം അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടൂല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് നേരിട്ട് പോയിട്ട് സഹായം കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി അതുപോലെ തന്നെ വല്ല പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നമ്മൾ ഡൊണേഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോ, പക്ഷെ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും, പക്ഷെ അണ്ടർ സെക്ഷൻ 80G പ്രകാരം അതിൻ്റെ അണ്ടറിൽ ഡിഡക്ഷൻ കിട്ടൂല. ഓക്കെ, അതേപോലെ തന്നെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കൊടുക്കുന്ന ഡൊണേഷന് കിട്ടുന്ന ഡിഡക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ഏതൊക്കെയാണ്? നമ്മുടെ അണ്ടർ സെക്ഷൻ 80GGBയും അണ്ടർ സെക്ഷൻ 80GGCയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു കേസ് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ചാരിറ്റിയിലേക്ക് നമ്മൾ ഡൊണേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. അതുപോലെ തന്നെ ഒരാള് 2000 രൂപയിലധികം ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനും നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടൂല. ദെൻ ഇനി ഇതിലെ അണ്ടർ സെക്ഷൻ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള, അതായത് ജിയുമായി ബന്ധപ്പെട്ട, ഡൊണേഷനുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് ഭാഗങ്ങളും കൂടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കി നോക്കാം. ഇതിൽ അണ്ടർ സെക്ഷൻ ജിയിൽ വരുന്ന ഒരു കാര്യമാണ്, അണ്ടർ സെക്ഷൻ GGA അല്ലേ? അതായത് സയന്റിഫിക് റിസർച്ച് അല്ലേ? അതായത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് റിസർച്ചിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് സയന്റിഫിക് റിസർച്ച് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലേ? ഇപ്പൊ ഇവിടെ സയന്റിഫിക് റിസർച്ച്, റൂറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സയൻസ് റിസർച്ച് തുടങ്ങിയവയിലേക്ക് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അത് അണ്ടർ സെക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ അല്ല, അണ്ടർ സെക്ഷൻ 80GGA പ്രകാരമുള്ള ഡിഡക്ഷൻ ആണ് അല്ലെ? അപ്പൊ ഇത് നമുക്കിപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ഇല്ലാത്ത അസസീസിനൊക്കെ എന്ത് കിട്ടും? ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതും 100% നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ
സയന്റിഫിക് റിസർച്ച്, റൂറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സയൻസ് റിസർച്ച് ഈ മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 80 GGA പ്രകാരം. ദെൻ അടുത്ത നോക്കി നോക്കൂ, അണ്ടർ സെക്ഷൻ 80 GGB പ്രകാരം പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം, ഒരു കമ്പനിയാണ് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 GGBയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനി ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ടോറൽ ട്രസ്റ്റിലേക്കോ ഡൊണേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. എത്ര ഡിഡക്ഷൻ കിട്ടും? 100% ഡിഡക്ഷൻ കിട്ടും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഡിഡക്ഷൻസ് മീൻസ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഡൊണേഷൻസ് മീൻസ് നേരത്തെ പറഞ്ഞല്ലോ, ക്യാഷ് ആയിട്ടാണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിന് ഡിഡക്ഷൻസ് അനുവദിക്കില്ല. അതുപോലെ തന്നെ അടുത്ത നോക്കി നോക്കൂ, സെക്ഷൻ 80 GGC അല്ലെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു കമ്പനിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അത് അണ്ടർ സെക്ഷൻ 80 GGB ആണ്. ഇവിടെ എന്താണ്, അണ്ടർ സെക്ഷൻ 80 GGC പ്രകാരം ഒരു ഇൻഡിവിജ്വൽ ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ഡൊണേഷൻ ഡിഡക്ഷൻ കിട്ടും. എത്ര ഡിഡക്ഷൻ കിട്ടും? 100% ഡിഡക്ഷൻ കിട്ടും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യാഷ് ഡൊണേഷൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ട്, അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗം അല്ലെ, അതായത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അണ്ടർ സെക്ഷൻ 80G പ്രകാരമുള്ള ഡൊണേഷൻ കൊടുക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും എക്സാമിന് വരിക. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം എങ്ങനെയാണ് പ്രോബ്ലം വരുമ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എ, അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10 lakh ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അയാൾക്ക് ആ ഒരു ഇയറിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഹെഡിൽ നിന്നുമുള്ള ഇൻകം കൂട്ടി അത് 10 lakh കിട്ടി. ദെൻ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ പറയുന്ന കുറച്ച് ഡൊണേഷൻസ് അയാൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നോക്കി നോക്കൂ, ഇതിൽ പ്രധാനമന്ത്രി നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് അയാൾ ഒരു 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡൊണേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ കാറ്റഗറി ഏതൊക്കെയാണ് എന്നാണ്. അതായത് നമുക്ക് മെയിൻ ആയിട്ടും ഡൊണേഷനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇത് 100% വിത്തൗട്ട് ലിമിറ്റ് ആണോ, 100% വിത്ത് ലിമിറ്റ് ആണോ, 50% വിത്തൗട്ട് ലിമിറ്റ് ആണോ, അതോ 50% വിത്ത് ലിമിറ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ ഈ ഒരു ഇതിൽ പ്രധാനമന്ത്രി നാഷണൽ റിലീഫ് ഫണ്ടിലേക്കുള്ള ഡൊണേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 100% വിത്തൗട്ട് ലിമിറ്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള ഫണ്ടിലേക്ക് നമ്മൾ എത്ര ഡൊണേറ്റ് ചെയ്താലും അത് മുഴുവനും എന്താണ്? നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 100%. ഇവിടെ 50,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 50,000 നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ദെൻ രണ്ടാമത്തെ കേസ് നോക്കി നോക്കൂ, ഡൊണേഷൻ ടു ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് അല്ലെ, അതിലേക്ക് ഒരു 40,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഇത് കാറ്റഗറി നമ്പർ 2 ആണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, ഇത് 50% വിത്തൗട്ട് ലിമിറ്റ് ആണ്. അതായത് ഈ ഇത്തരത്തിലുള്ള ഡൊണേഷൻ 50% വിത്തൗട്ട് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എത്ര രൂപയാണോ ഡൊണേഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതി നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 40,000 രൂപയാണ് ഇയാള് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 20,000 രൂപ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കൂ, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇയാൾ എത്ര കൊടുത്തിട്ടുണ്ട്? ഇയാള് കൊടുത്തിട്ടുള്ളത് 2 lakh ആണ്. അപ്പൊ നമുക്കറിയാം, ഇത് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി ടൈപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലെ 50% വിത്ത് ലിമിറ്റ് ആണ്. അതായത് ഇതുപോലെയുള്ള 50% വിത്ത് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു കാറ്റഗറിയിലേക്ക് 50% വിത്ത് ലിമിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ 50% നമുക്ക് കുറക്കാം. ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ, ആ ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക?
ആ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% ആണ് അതിന്റെ ലിമിറ്റ്. അപ്പൊ എന്താണ് ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്, അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡിഡക്ഷൻസ്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകംസ് അല്ലെങ്കിൽ സ്പെഷ്യൽ റേറ്റ് കൊടുക്കേണ്ട ഇൻകംസ്, ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻകമാണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? 10 lakh ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ അതിന് മുന്നേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഈ ഓൾസോ ക്ലെയിംഡ് സെക്ഷൻ 80C ഡിഡക്ഷൻ. ഇയാൾ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ ഇയാൾക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതായത് 80C ഡിഡക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇയാൾ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? അതായത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇയാൾ നടത്തിയിരിക്കണം. അത് എത്ര രൂപയാണ്? 1 lakh. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാ കാണുക? ഇതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ അതൊന്നും തന്നിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് എക്സംപ്റ്റഡ് ഇൻകം, മറ്റ് സ്പെഷ്യൽ റേറ്റ്, ടാക്സ് റേറ്റ് അതൊന്നും തന്നിട്ടില്ല. ഓൺലി നമുക്ക് ഇതിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ അണ്ടർ സെക്ഷൻ 80G ഒഴികെയുള്ള വേറെ ഡിഡക്ഷൻസ് C മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് കുറക്കുക. അപ്പൊ ഈ 10 lakhൽ നിന്ന് അണ്ടർ സെക്ഷൻ 80C 1 lakh കുറച്ച് നമുക്ക് എത്ര കിട്ടും? 9 lakh കിട്ടും. ഈ 9 lakhന്റെ 10% കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 90,000 കിട്ടും. ഈ 90,000ന്റെ 50% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ 10% കാണുക. അത് വിത്ത് ലിമിറ്റ് 100% എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഈ 90,000 എന്താണ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇവിടെ എന്താണ്? വിത്ത് ലിമിറ്റ് 50% ആണ്. സോ ഈ 90,000ന്റെ 50% എത്ര ഉണ്ടായിരിക്കും? 45,000 ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 45,000 ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഡിഡക്ഷൻ കിട്ടി? 80C പ്രകാരം നമുക്കൊരു 1 lakh കിട്ടി അല്ലേ? അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം 10 lakh ആണ്. അതിൽ നിന്ന് 80C പ്രകാരമുള്ള 1 lakh കുറച്ചു. ദെൻ അതിന് ശേഷം ഡൊണേഷൻസ് നമുക്ക് ഏതൊക്കെ കുറക്കാം? വിത്തൗട്ട് ലിമിറ്റ് 100% ഒരു 50,000. ഇത് മൊത്തം നമുക്ക് കുറക്കാം. പ്ലസ് ഡൊണേഷൻ ടു ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, ഇതിന്റെ പകുതി അല്ലേ? അതായത് എന്താ ഓർക്കാൻ പറ്റുള്ളൂ? 20,000 അല്ലേ? പിന്നെ വിത്ത് ലിമിറ്റ് 50% നമുക്ക് വരുന്നത് 45,000 ആണ്. അങ്ങനെ മൊത്തം നമുക്ക് 1,15,000 ആണ് ഡൊണേഷൻ ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 80C ഉള്ള 1 lakhും 80Gയിലുള്ള 1,15,000 കൂടെ ഈ 10 lakhൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 7,85,000 കിട്ടും. ഇതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലുള്ള ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ് നമ്മുടെ അണ്ടർ സെക്ഷൻ 80G. അപ്പോൾ അത് വളരെയധികം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ബേസ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെയധികം ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു 3 ടൈപ്പ് ഓഫ് ഡിഡക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് അണ്ടർ സെക്ഷൻ 80C, അണ്ടർ സെക്ഷൻ 80D ആൻഡ് അണ്ടർ സെക്ഷൻ 80G. അപ്പോൾ ഈ ഒരു 3 സെക്ഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.